ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? സുഖമാണെന്ന് വിചാരിക്കണോ? ഇത് ഞങ്ങൾ വെഡ്ഡിങ് ആൽബമാണ് കേട്ടോ. 29/8/2019 ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ടുള്ളത്. ഇൻഷാ അല്ലാ ഈ ജൂൺ 29 വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 5 കൊല്ലം കേട്ടോ കല്യാണം കഴിഞ്ഞിട്ട്. അപ്പോൾ ഷെൽഫ് വൃത്തിയാക്കുമ്പോൾ അതിന് ആൽബം കിട്ടിയപ്പോൾ ഞാനത് ജസ്റ്റ് വീഡിയോ എടുത്തു. അപ്പം നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് ഞങ്ങൾ കല്യാണത്തിൻ്റെ അന്നത്തെ ഫോട്ടോ കേട്ടോ. ഇത് തലേദിവസത്തെ ഫോട്ടോ ആണ്. തലേദിവസം ഞങ്ങളായിട്ട് ഒരുങ്ങിയ കാരണം വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. എൻ്റെ കസിൻസാണ് ഒരുക്കി തന്നത്, അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ എന്നെ കാണാൻ. പിന്നെ ഞങ്ങളുടെ കല്യാണം രാത്രി തലേദിവസം വീട്ടിലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല രസമായിരുന്നു. മറ്റേത് ഹോളിലാണെങ്കിൽ 10 മണിക്ക് ശേഷം സൗണ്ട് പാടില്ല അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഇവിടെ അങ്ങനെ ഒന്നല്ല, നല്ല പാട്ടും അടിപൊളിയായിരുന്നു കേട്ടോ തലേദിവസം എല്ലാവരും കൂടിയിട്ട്. എൻ്റെ കല്യാണത്തിനുള്ള ഗൾഫിൽ എല്ലാവരും ലീവിനായിട്ട് എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ നാട്ടിൽ. അതുകൊണ്ട് പിന്നെ അടിച്ചു പൊളിക്കാൻ ഫാമിലി എല്ലാവരും ഉണ്ടാകുമ്പോൾ നല്ല രസമാവുമല്ലോ. അപ്പം എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനത്തെ കല്യാണ ദിവസം വന്നു ഗൈസ്. എന്താ പറയുക, എൻ്റെ മുഖം ഒന്നിനും പറ്റാത്ത രീതിയിലായിരുന്നു എൻ്റെ കല്യാണത്തിന്. എൻ്റെ ഫേസ് എനിക്ക് കണ്ടാൽ മനസ്സിലാവും. അമ്മ അതിൽ പൊട്ടിയായിരുന്നു. എന്താ പറയുക, പ്രേതങ്ങൾ ഈ കാറിലിരുന്നിട്ട് ഞാൻ ചിരിക്കണം. ഫോട്ടോ തന്നെ നിങ്ങൾ നോക്കി നോക്കിയാൽ പ്രേതങ്ങളിരിക്കണം. എൻ്റെ കണ്ണ് എനിക്ക് തുറക്കാൻ പറ്റിയിരുന്നില്ല. നമ്മൾ മറ്റേ സാധനം വെക്കൂലേ കണ്ണൂല്, അത് വെയിറ്റ് കൂടിയിട്ട് എൻ്റെ കണ്ണ് എനിക്ക് തുറക്കാൻ പറ്റിയിരുന്നില്ല. എൻ്റെ കോലം തന്നെ ആകെ പോയി. എന്താ പറയുക, നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അങ്ങനെ ഇതാ ഗൈസ്, ഞങ്ങൾ നിക്കാഹ് കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. ഇതാണ് ഞങ്ങൾ നിക്കാഹിൻ്റെ ഫോട്ടോ. പിന്നെ ഇത് 2 ഉപ്പാരാണ് കേട്ടോ. മറ്റേത് ഇക്കാടുപ്പ, തൊപ്പിട്ടത് എൻ്റെ ഉപ്പ. പിന്നെ നമ്മുടെ ബ്യൂട്ടി പാർലർ തപ്പി പിടിച്ച് നല്ലത് ഇവിടുത്തെ നല്ലതാന്നൊക്കെ എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് പോയത്. പക്ഷെ എൻ്റെ ഗൈസ്, എൻ്റെ മുഖം, എൻ്റെ ബ്രദർ എന്താ പറയുക, ഞാൻ ബ്യൂട്ടി പാർലറിൽ നിന്ന് വന്നപ്പോൾ തന്നെ മുഖം കണ്ടപ്പോൾ എന്തി കാണുന്നുണ്ട്. ഞങ്ങൾ ടിഷ്യൂ കൊണ്ട് കുറച്ച് തുടച്ച് കളഞ്ഞതിന് ശേഷമുള്ള ഫേസാണ് ഈ കാണുന്നത്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ. എന്നിട്ടും ഇങ്ങനെ നമ്മുടെ കല്യാണം ഫോട്ടോയും ആൽബം എന്നൊക്കെ പറയുന്നത് നമ്മൾ എല്ലാ കാലത്തും നോക്കണതാണ്. പക്ഷെ അപ്പം അതൊരു വൃത്തിമ്മനൊക്കെ വേണ്ടേ. പക്ഷെ എൻ്റെത് 5 വയസ്സൊക്കെ കൊള്ളാത്ത പോലെ കേട്ടോ. ഒരു വൃത്തിയിലായിരുന്നു എൻ്റെ കല്യാണത്തിൻ്റെ ഫോട്ടോയിൽ കല്യാണത്തിനെ കാണാൻ. അങ്ങനത്തെ ഗൈസ് എനിക്ക് മഹർ ഇട്ട് തന്നു ഗൈസ്. ഇതാണ് എൻ്റെ മഹർ എന്ന് പറയും താലി. ഓക്കെ, അങ്ങനെ എൻ്റെ മഹർ എൻ്റെ കഴുത്തിലേക്ക് ചാർത്തി തന്നു ഗൈസ്. ഇനി ഞങ്ങളെ കുറച്ച് റൊമാൻറ്റിക് ഫോട്ടോസ് ഇനി അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കാണും. ഇത് ഞങ്ങളെ അവിടുത്തെ ഫാമിലി ആയിട്ട് ഇക്കാട് അക്ക അല്ല ഇക്കാട് ഉപ്പ ഉമ്മ അനിയന് ഞങ്ങൾ അവിടുത്തെ ഫാമിലിയാണ്. ചെറിയൊരു ഫാമിലി ആട്ടോ, കുറേ ആൾക്കാരൊന്നുമില്ല. ഉപ്പ ഉമ്മ അനിയന്. പിന്നെ എന്താ പറയുക, ഇത് ഞങ്ങളെ വീട്ടിലെ ഫാമിലി റെഡ് ആൻഡ് ഗ്രേ കോഡായിരുന്നു. ഞങ്ങൾ ഫുഡ് കഴിക്കാനൊക്കെ നേരം വൈകിട്ടോ. ഞങ്ങൾക്ക് എല്ലാവരും ഫുഡ് കഴിക്കുമ്പോൾ നേരത്തെ കഴിഞ്ഞു. ഞങ്ങൾ ഏറ്റവും ലാസ്റ്റ് കഴിച്ചത്. ഇത് ഞങ്ങൾ അവിടുത്തെ എന്താ പറയുക പാലെടുക്കൽ ചടങ്ങും അതുപോലെ അമ്മായിമ്മ സ്നാനം ചെയ്യുക ചെയ്യല്ലോ മരിയവർക്ക്, ആ വക ചടങ്ങൊക്കെയാണ് കേട്ടോ കാണുന്നത്. കേക്ക് കട്ടിങ്ങും ഇതെൻ്റെ ഉമ്മയും ഉമ്മയുടെ അനിയത്തിയാണ് കേട്ടോ. ഇതിനി ഞങ്ങൾ ഇവിടുത്തെ ഫാമിലിയാണ്. എൻ്റെ ഫാമിലി ഉപ്പ ഉമ്മ താത്ത 2 ആങ്ങളാർ ഞങ്ങൾ. പിന്നെ ഇത് അവിടുത്തെ ഉപ്പയും ഉമ്മയും പിന്നെ എൻ്റെ ഉപ്പയും ഉമ്മയും. അങ്ങനെ ഞങ്ങളെ വീട്ടിലത്തെ ഫാമിലിയാണ് കേട്ടോ. എൻ്റെ വീട്ടിലെ ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ കുറച്ച് റൊമാൻറ്റിക്കൽ അവിടെ ഇവിടെ ഒക്കെ ഒരു ഫോട്ടോസ് ഉണ്ടായിരുന്നു. എൻ്റെ ബ്രദേഴ്സാണ്. ഇതിലൊരാൾ കുറവുണ്ട് കേട്ടോ. ആ ആൾ അധികം ഫോട്ടോ പോസ്റ്റ് ചെയ്യാറില്ല. ആ ഒരാളുണ്ട്. പിന്നെ ഇതേ അവിടുത്തെ റിസപ്ഷൻ ഒന്നുമില്ല. കാരണം ഞങ്ങൾ 2 പേരെ ഒരുമിച്ചിട്ടായിരുന്നു, രാജോ ഹോളിൽ ഒരുമിച്ചിട്ടായിരുന്നു. പിന്നെ രണ്ടാമത്തെ സെക്കൻഡ് ഡ്രസ്സ് മാറ്റി, എന്നിട്ട് കേക്ക് കട്ടിങ്ങും പിന്നെ എന്താ പറയുക അവിടുത്തെ ഒരു ഇതിൻ്റെ എനിക്ക് അമ്മാമ്മ സ്നാനം ചെയ്യല്ലോ അതൊക്കെയാണ് കേട്ടോ. ഇതാണ് കേട്ടോ എൻ്റെ അവിടുത്തെ ഉമ്മ. പിന്നെ ഞാൻ ഈ സെക്കൻഡ് ഡ്രസ്സിനൊക്കെ ഇടുമ്പോൾ ഞാനും മുഖമൊക്കെ നന്നായി തുടച്ച് കളഞ്ഞിട്ടോ. പിന്നെ അത് മാത്രമല്ല എൻ്റെ കണ്ണുമൊത്തൊക്കെ ഞാൻ എടുത്ത് കളഞ്ഞു. കാരണം എനിക്ക് കണ്ണ് തുറക്കാൻ പറ്റണില്ല, അതുകൊണ്ട് ഞാൻ അതൊക്കെ എടുത്ത് കളഞ്ഞു. ഇത് അവിടുത്തെ ഉപ്പാടും വേണം കേട്ടോ, വലിയമ്മയാണത്. ഇനി കുറച്ച് എന്നെ കരച്ചിൽ കാണാം നമുക്ക് ഗൈസ്. ഞാൻ പോണ ടൈമിൽ എന്തായാലും കരയില്ല എന്നൊക്കെ എന്തായാലും ഞാൻ ഉറപ്പ് പറഞ്ഞു തരും. പക്ഷെ ആ സമയത്ത് എങ്ങനെയൊക്കെയോ കണ്ണീര് വന്നു, ഭയങ്കര വിഷമം. എന്താണെന്നറിയില്ല,
പെട്ടെന്ന് ഭയങ്കര വിഷമമൊക്കെ കുറച്ച് നിൽക്കാൻ കഴിഞ്ഞ ടൈമിലെ വിഷമം തുടങ്ങി. പക്ഷെ പോകുന്ന സമയത്ത് പിടിച്ചേക്കാൻ പറ്റില്ല. ഞാൻ എന്താന്നാലും കരയില്ല എന്ന് വിചാരിച്ചാലായിരുന്നു. പക്ഷേ നല്ലോണം കരഞ്ഞു ഗൈസ്. എന്താ പറയുക, ഭയങ്കര വിഷമം, ഭയങ്കരമായിട്ടുള്ള കരച്ചിലൊക്കെ ആയിരുന്നു. എന്താ പറയുക, എന്നിട്ട് നമ്മൾ വീട്ടിലെത്തുമ്പോഴത്തേനും ഇതേ അവിടെ പണിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, നമുക്ക് അവിടെ കയറി എന്താ പറയുക, റോഡാണ് കടന്നോട് കൂടിയിട്ട് പണികൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നമുക്ക് എന്ത് തേങ്ങ പൊളിക്കൽ, വെള്ളക്കോടം ചമുക്കൽ, അങ്ങനെ കുറച്ച് പരിപാടി, മുറ്റടിക്കൽ, അങ്ങനെ കുറച്ച് പണിയൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പണിയായിട്ട് എനിക്ക് തോന്നില്ല, കാരണം നമ്മൾ വീട്ടിൽ പണിയെടുക്കണതാണല്ലോ. അങ്ങനെ നമ്മൾ ആൽബദേ അവിടുത്തെ വീടാണ് കേട്ടോ, ഇക്കാടെ വീടാണ്. അങ്ങനെ ഞാൻ വീട്ടിൽ കയറുന്ന ഫോട്ടോ അങ്ങനെതേ നമ്മുടെ കല്യാണ ആൽബം അവസാനിച്ചിരിക്കുകയാണ് ഗൈസ്. ഈ വീഡിയോ ഇഷ്ടമായാലും എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞങ്ങളെ കല്യാണ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായല്ലോ. ഓക്കേ, ബൈ, പിന്നെ കാണാം കേട്ടോ.